ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ക്വാണ്ടം ലോകത്തെ വിസ്മയങ്ങളിലേക്കും അതിൻ്റെ അദൃശ്യമായ പ്രതിഫലനങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാണുന്നതിനപ്പുറത്തുള്ള പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള ഈ യാത്രയിൽ ഇന്ന് നമ്മെ കാത്തിരിക്കുന്നത് അത്ഭുതകരമായ ഒരു കണ്ടെത്തലാണ്. ലോകത്തിന്റെ ഒരറ്റത്ത് നടക്കുന്ന യുദ്ധം നിങ്ങളെ അസ്വസ്ഥനാക്കാറുണ്ടോ? അതല്ലെങ്കിൽ ദൂരെ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന അവർക്ക് സൗഖ്യം നൽകുന്നത് എങ്ങനെയാണ്? ഇതൊന്നും വെറും യാദൃച്ഛികമല്ല. ക്വാണ്ടം ഫിസിക്സിലെ ക്വാണ്ടം എൻഡാങ്കിൾമെന്റ് എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണിത്. ഐൻസ്റ്റൈൻ ഇതിനെ സ്പൂക്കി ആക്ഷൻ എന്നാണ് വിളിച്ചത്. ഈ വീഡിയോയിലൂടെ പ്രപഞ്ചം നിങ്ങളുമായി എങ്ങനെ അദൃശ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ആ ബന്ധം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും എങ്ങനെ സമാധാനം കൊണ്ടുവരാമെന്നും നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ ചിന്താഗതിയെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ സഹായിച്ചേക്കാം. ലളിതമായി പറഞ്ഞാൽ, ഒരിക്കൽ പരസ്പരം ബന്ധിക്കപ്പെട്ട രണ്ട് കണികകളെ പ്രപഞ്ചത്തിന്റെ രണ്ടറ്റത്ത് കൊണ്ടുപോയി വെച്ചാലും ഒന്നിൽ സംഭവിക്കുന്ന മാറ്റം അതേ സമയം അതേ നിമിഷം മറ്റേതിലും സംഭവിക്കും. ഇവിടെ ദൂരമോ സമയമോ ഒരു തടസ്സമല്ല. 2022 ഇതിനാണ് ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത്. ഇതിനർത്ഥം ഈ പ്രപഞ്ചത്തിലെ സകല അണുക്കളും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ തനിച്ചാണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു വലിയ ഊർജ വലയത്തിന്റെ ഭാഗമാണ്. ഇന്ന് ലോകം മതത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. മതപരമായ അസഹിഷ്ണുതയും യുദ്ധങ്ങളും പടരുന്നു. പക്ഷെ ശാസ്ത്രം പറയുന്നത് നമ്മൾ വ്യത്യസ്തരല്ല എന്നാണ്. ക്വാണ്ടം തലത്തിൽ നോക്കിയാൽ നിങ്ങൾ മറ്റൊരാളെ വെറുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വെറുക്കുന്നത്. കാരണം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് വേറിട്ടവനല്ല. അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന ക്രിസ്തുവിന്റെ വചനം മറ്റൊരു ഉപദേശമല്ല, വെറും ഒരു ഉപദേശമല്ലത്. അതൊരു ശാസ്ത്രീയ സത്യമാണ്. നമ്മൾ അയക്കുന്ന ഓരോ നെഗറ്റീവ് ചിന്തയും ലോകത്തിന്റെ സമാധാനത്തെ തകർക്കുന്നു. അതുപോലെ നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രാർത്ഥനയും ലോകത്തെ സൗഖ്യമാക്കുന്നു. ബൈബിളിലെ 1 കൊരിന്തോസ് 12:26 ഈ പ്രപഞ്ച സത്യത്തെ എത്ര മനോഹരമായിട്ടാണ് വിവരിക്കുന്നത് നോക്കുക. ഒരവയവം കഷ്ടമനുഭവിച്ചാൽ എല്ലാ അവയവങ്ങളും അതിനോടുകൂടെ കഷ്ടമനുഭവിക്കുന്നു. ഇതൊരു വെറും വചനമല്ല, മറിച്ച് ക്വാണ്ടം എൻഡാങ്കിൾമെന്റിന്റെ ഒരു ആത്മീയ രൂപമാണ്. ഒരു ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങൾ എങ്ങനെയാണോ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, അതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചമെന്ന ശരീരത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന് ചുരുക്കം. ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ ഒരു മനുഷ്യൻ കണ്ണീരൊഴുക്കുമ്പോൾ ആ വേദനയുടെ അലയൊലികൾ അറിയാതെയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലും എത്തുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരും ആത്മീയമായി ഒരു സ്രോതസ്സിൽ നിന്ന്, ഒരു സോഴ്സിൽ നിന്ന്, ഒരേ ഊർജത്തിൽ നിന്ന് വന്നവരാണ്. ഈ ആഴത്തിലുള്ള അറിവ് നമ്മളിൽ നിറയുമ്പോൾ നമുക്ക് എങ്ങനെ മറ്റൊരാളെ വേദനിപ്പിക്കാൻ കഴിയും? മറ്റൊരാൾക്ക് നൽകുന്ന സ്നേഹം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെയാണ് നൽകുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന പ്രപഞ്ചത്തിന്റെ അദൃശ്യമായ ചരടുകളിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ ജീവിതത്തിലും സമാധാനം കൊണ്ടുവരുന്നു. നാം വേറിട്ടവരല്ല, മറിച്ച് ഒരേ സ്പന്ദനത്തിന്റെ വിവിധ ഭാവങ്ങളാണ്. ഈ ബോധ്യം നമ്മളിൽ ഉണരുമ്പോൾ ലോകം മുഴുവൻ ഒരു കുടുംബമായി മാറുന്നു. ഈ ബോധ്യത്തോടെ വി ആർ വൺ എന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക. നമുക്കിത് പ്രായോഗികമായി ജീവിതത്തിൽ പരീക്ഷിക്കാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഒരു സ്വർണ്ണനൂൽ പോലെ പ്രകാശം പുറപ്പെട്ട് പ്രപഞ്ചത്തിലേക്ക് പടരുന്നത് സങ്കല്പിക്കുക. ആദ്യം നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾ കരുതുന്ന വ്യക്തിയിലേക്കോ നിങ്ങളെ വേദനിപ്പിച്ചവരിലേക്കോ ഈ പ്രകാശം എത്തട്ടെ. അവിടെ ക്ഷമയും സമാധാനവും നിറയുന്നത് കാണുക. രണ്ടാമതായി ഈ പ്രകാശത്തെ യുദ്ധഭൂമിയിലെ നിസ്സഹായരായ മനുഷ്യരിലേക്കും വിശപ്പും ദാരിദ്ര്യവും അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്കും വഴിതിരിച്ചു വിടുക. അവിടെ ആശ്വാസവും സംരക്ഷണവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മൂന്നാമതായി
നിങ്ങളുടെ രോഗബാധിതമായ ശരീരകോശങ്ങളിലേക്കോ അല്ലെങ്കിൽ ലോകത്ത് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരിലേക്കോ ഈ ഊർജം പ്രവഹിക്കട്ടെ. അവിടെ സൗഖ്യം സംഭവിക്കുന്നത് ദർശിക്കുക. ദൂരപരിധികളില്ലാതെ ആ ക്വാണ്ടം ഊർജം അവിടെയെല്ലാം തൽക്ഷണമെത്തും. നിങ്ങൾ മാറ്റം വരുത്തുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. പക്ഷെ അത് പ്രപഞ്ചത്തിലെ അദൃശ്യ ബന്ധത്തിലൂടെ പുറം ലോകത്തും പ്രതിഫലിക്കും. ഇത് ഓരോ ദിവസവും ചെയ്താൽ നിങ്ങളുടെ ഹൃദയം പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം സ്പന്ദിക്കുന്നത് നിങ്ങൾ അനുഭവിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ആരും തനിച്ചല്ല. മതിൽക്കെട്ടുകൾ മനുഷ്യൻ നിർമ്മിച്ചതാണ്. പ്രപഞ്ചം നമ്മെ ബന്ധിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തെയും മറ്റുള്ളവരോടുള്ള സമീപനത്തെയും മാറ്റട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലോകത്തിന് ഒരു പോസിറ്റീവ് സന്ദേശമായി വി ഓൾ ആർ വൺ എന്ന് കമന്റ് ചെയ്യുക. ഐ ആം യുവർ ഗൈഡ് ആൻഡ് യു ആർ ദ യൂണിവേഴ്സ് ആൻഡ് എനർജി.